അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ധാരാളം പൊന്നും സ്വർണങ്ങളും അതുപോലെ തന്നെ ആഭരണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പിച്ച ഒരു ഗിഫ്റ്റും കൊണ്ടാണ് ഈ ടീമിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. എന്തിനാ? സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സൊന്ന് അലിഞ്ഞ് ആ രാജ്യത്തേക്ക് കടന്ന് കയറി അവിടെ ആ രാജ്യത്തേക്ക് പോകാതിരിക്കാനും, അങ്ങനെ ഈ പണം ഭൗതികമായ നിലക്കുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കിട്ടി അതിലൊക്കെ ഉണ്ട് കണ്ണ് മഞ്ഞളിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം പിൻവാങ്ങും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ബിൽഖീസ് രാജ്ഞിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അതാണല്ലോ നിങ്ങൾ കൊണ്ടുപോയി വൈന്നി മുർസിലത്തുൻ ഇലൈഹിം ബി ഹദിയത്തിൻ, ഞാൻ അവരിലേക്കൊരു ഹദിയ കൊടുത്തയക്കട്ടെ, എന്നിട്ട് ഫനാദിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ, ദൂതന്മാർ എന്തും കൊണ്ടാ, എന്ത് മറുപടിയും കൊണ്ടാണ്, എന്ത് പ്രതികരണവുമായാണ് മടങ്ങി വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഹദിയ കൊണ്ട് ആര് വന്നിട്ടുള്ളത്? ഈ ദൂതന്മാർ വന്നിട്ടുള്ളത്. ഇപ്പൊ സുലൈമാനിൻ്റെ അടുക്കൽ ഈ ദൂതന്മാർ വന്നപ്പോൾ കാല, അദ്ദേഹം അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ? അതുമിദ്ദൂനനി ബിമാലിൻ, അതവരോട് അവരെ ആ നിലക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ചോദ്യമാണ്. അതുമിദ്ദൂനനി ബിമാലിൻ, അതുമിദ്ദൂനനി ബിമാലിൻ, നിങ്ങൾ എന്നെ ധനം കൊണ്ട് സഹായിക്കാൻ നോക്കുകയാണോ? നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ? നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ? അഥവാ നിങ്ങൾ എനിക്ക് പണം തരികയാണോ എന്നുള്ളൊരു കേവലം ചോദ്യമല്ല അത്, മറിച്ച് അത് നമ്മളെ ഉദ്ദേശം അറിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ആഹാ, അതാണ് ഇപ്പൊ പരിപാടിയല്ലേ, എനിക്ക് കുറച്ച് പണം തന്നു നോക്കിയാണല്ലേ, എനിക്ക് കുറച്ച് ധനം തന്നു നോക്കുകയാണല്ലേ, അതാണ് ആ തുമിദ്ദൂനനിയുടെ ശരിക്കുള്ള ഐ തുസാനിഊനനി ബിമാലിൻ. എന്താ, പണം കൊണ്ട് എന്നെ വിലക്ക് വാങ്ങാൻ വന്നതാ? പണം കൊണ്ട് എന്നെ ഒന്ന് പരുവപ്പെടുത്താനും മെരുക്കിയെടുക്കാനും വന്നതാണോ നിങ്ങൾ? അതാണ് ആ ചോദ്യം. ആ തുമിദ്ദൂനനി, നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ച് മെരുക്കാൻ വന്നതാണോ? ബിമാലിൻ, എന്തും കൊണ്ട്? ആ വലിയ പണവുമായിട്ട് വന്നിട്ട് എന്നെ ഒന്ന് പരുവത്തിലാക്കാം എന്നുള്ളതാണോ? എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ശിർക്കും നിങ്ങളുടേതായ ആ രാജ്യത്തുള്ള എല്ലാ തോന്നിവാസമൊക്കെ ഞാൻ കണ്ടില്ലാന്നടിക്കണല്ലേ? നിങ്ങൾ കൊടുത്തയച്ച സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ട് ആയിക്കോട്ടെ, എനിക്ക് തൃപ്തിയായി, ഞാൻ ഒന്നിനും വരുന്നില്ല, നിങ്ങളൊക്കെ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് നിങ്ങളെ അങ്ങ് പറഞ്ഞുവിടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതാണ് ആ ചോദ്യം. അതുമിദ്ദൂനനി ബിമാലിൻ. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കൂ, ഫമാ ആതാനി അല്ലാഹ്, നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച റാണിയും എന്താ വിചാരിച്ചത്? ഫമാ ആതാനി അല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, പോയി പറഞ്ഞു കൊടുക്ക്. ഫമാ ആതാനി, എനിക്ക് നൽകിയിട്ടുള്ളത് ആര്? അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ളത് ഖൈറുൻ, ഏറ്റവും ഉത്തമമായതാണ്, മിമ്മാ ആതാക്കും, നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായതാണ് അല്ലാഹ് എനിക്ക് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എനിക്ക് രാജാധിപത്യമുണ്ട്, സമ്പത്തുണ്ട്, നുബുവത്തുണ്ട്. ഇതെല്ലാം തികഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. രാജാവാണെന്നുള്ളതിനനുസരിച്ച് ഇവിടെ എല്ലാ സമ്പത്തും ഇവിടെ ധാരാളം ഉണ്ട്, രാജ്യത്തൊരു കമ്മിയില്ല. രാജാവുമാണ്, പണമുണ്ട്, പിന്നെ ഞാൻ നബിയുമാണ്. ആ നിലക്കൊക്കെ എനിക്ക് നൽകിയതാ അതൊക്കെയാണ്. അതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായതാണ് എൻ്റെ അടുക്കൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അവിടെ അല്ലാത്ത പട്ടാളം അവിടെ ഉള്ളത്. അവിടെയുള്ള പട്ടാളം എന്ന് പറഞ്ഞാൽ അവർ കേവലം മനുഷ്യന്മാരെ മാത്രമുള്ള പട്ടാളാണ്. എൻ്റെ അടുക്കലോ വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി എന്നാണ് അള്ളാഹു പറഞ്ഞത്. ജിന്നുണ്ട്, ഇൻസുണ്ട്, തൈറുണ്ട്. അഥവാ ഭൂതവർഗങ്ങളിൽ നിന്നുള്ള പട്ടാളമുണ്ട്, മനുഷ്യവർഗത്തിലുള്ള പട്ടാളമുണ്ട്, പക്ഷിപറവാദികളിലെ പട്ടാളങ്ങളുണ്ട്. അതൊന്നും അവിടെ അല്ല. അപ്പൊ എനിക്ക് നൽകപ്പെട്ട രാജാധിപത്യം, എനിക്ക് നൽകപ്പെട്ട സമ്പത്ത്, എനിക്ക് നൽകപ്പെട്ട നുബുവത്ത്, എനിക്ക് നൽകപ്പെട്ട പട്ടാളങ്ങള്, അതൊന്നും അവിടെ ഇല്ല. എന്നിട്ട് അതൊന്നും ഇല്ലാത്ത അവിടുന്ന് ഇപ്പൊ കുറച്ച് കാശ് കൊടുത്തയച്ചിട്ട് എന്നെ ഒന്ന് മയക്കിയെടുക്കാൻ വന്നതാണോ നിങ്ങൾ? നടക്കൂല. അതാ പറയും, ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാകും